ഞാൻ ഇന്നലെ വൈകിട്ട് വിളിച്ച ആളാണ്. കോട്ടയത്ത് തന്നെയാണ് വിളിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ റൊണാൾഡോയുടെ ഡാഡി ആര്? ഡാഡി തങ്കു ഡാഡി ആണെങ്കിൽ ഇപ്പൊ കുറച്ച് മാസമായിട്ടുണ്ട്. അച്ഛന് പൈസയൊക്കെ വന്നതിൻ്റെ ഒരു നിങ്ങളിപ്പായിരിക്കും, സ്വാഭാവികം ഉണ്ടാവും. മോൾ ഇത്രയും ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നില്ല. എവിടെ? ഷെയ്ക്കിലൂടെയും പിന്നെ വേറെന്തോ ടീയിലൂടെയും ഡ്രൈവിലൂടെയൊക്കെ ലക്ഷങ്ങൾ ഉണ്ടാക്കുകയല്ലേ. അതുകൊണ്ട് ഉറപ്പായിട്ടും തങ്കു ഡാഡിക്ക് ഒരു അഹങ്കാരവും ഒക്കെ വരുന്നതിൽ ഒരു കുഴപ്പമില്ല. അതിന് തനിക്കെന്താ? ഞാനത് മറക്കില്ല തങ്കുവണ്ണ, ഞാനത് മറക്കില്ല. അത് മറക്കണമെങ്കിൽ ഞാൻ മരിക്കണം. സത്യമുള്ള കാര്യം. അമ്മാതിരി ഡയലോഗ് ആയിരുന്നു. അതിന് തനിക്കെന്താ? ഒരു മാസമായിരുന്നു. എന്തായാലും അതല്ലല്ലോ നമ്മുടെ ഇവിടുത്തെ വിഷയം. തങ്കു ചേട്ടനെ പുകഴ്ത്തി പറയുക എന്നതല്ല. തങ്കുവണ്ണനാണെങ്കിൽ വക്കീലൊക്കെ ഇപ്പൊ സ്വന്തമായിട്ട് വക്കീലൊക്കെ ഉള്ള ടീമാണല്ലോ. രേണു സുധി ആൻഡ് ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു അഡ്വക്കേറ്റ് സെപ്പറേറ്റ് ഉള്ള ടീമാണ്. അത്രയും വലിയ ടീമായ സ്ഥിതിക്ക് തങ്കുവണ്ണൻ ഒന്ന് മാസം കാണിച്ചതാ. ഇപ്പൊ ചെയ്യാറില്ല, ചെറുതായിട്ട്. എന്തായാലും എനിക്ക് ഒരുപാട് പേര് അയച്ചു തന്നിട്ട് അതിൽ ഇതിനെ പറ്റിയിട്ടൊരു ക്ലാരിറ്റി നീ പറയടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തൊരു പറയുക, ഇവരെ എന്തെങ്കിലും കന്നം തിരിവുകളൊക്കെ കാണിക്കും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഓയ്യാ എന്ന് പറഞ്ഞ് ആക്കി കളിച്ചിട്ട് അവസാനം വന്ന് പറയണ എൻ്റെ ചുണ്ട് മുറിഞ്ഞതാണ്, ഞാൻ കടിക്കിട്ടിട കണ്ണ, ഞാൻ കടിക്കിട്ടിട പൊന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമ്പി പടത്തിനേക്കാളും കേവലം. അത് പോട്ട്, എന്തെങ്കിലും അതിലും കണ്ടിരിക്കാനെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ. ഇത് അതും ഇല്ല. കണ്ടു കഴിഞ്ഞാൽ വാള് വെക്കാനുള്ള ടെൻഡൻസി വരും. ഇമാതിരി ലെവലിലുള്ള സാധനം ചെയ്ത് ഇതിനെയൊക്കെ ഒന്നും പറയാനില്ല. എന്തായാലും തങ്കുവണ്ണ ജനിച്ചപ്പോൾ കൂടി ഇങ്ങനെ ചിന്തിച്ചാണല്ലോ. ആര്? തങ്കുവണ്ണൻ ജനിച്ചപ്പോൾ കൂടി ഞാൻ ഇത്രയും വലിയൊരു ആരാധകരുടെ ബിംബമുള്ള ഒരു ടീമായി മാറുന്നു. എന്തായാലും ഭയങ്കര ഫാൻസാണ് തങ്കം ചേട്ടന്. ഞാൻ ആദ്യം ഒരു മെസ്സേജാണ്, അതിനൊരു പോസ്റ്റ് രൂപത്തിൽ ഞാൻ വായിച്ചു തരാം, കാണും. സുഹൃത്തെ, ഞാൻ രേണുസുധിയുടെ അച്ഛൻ തങ്കച്ചന്റെ വക്കീൽ ബിന്ദുവാണ്. അപ്പോൾ രേണുസുധിയുടെ അച്ഛൻ തങ്കച്ചന്റെ വക്കീൽ ബിന്ദുവാണ്. ഓക്കെ, ബിന്ദു ചേച്ചിയാണ് സംസാരിക്കുന്നത്. എൻ്റെ കക്ഷി ഹൃദയരോഗിയായ ഒരു മുതിർന്ന പൗരനാണ്. വയസ്സ് കുറെ ആയില്ലേ, കിളവൻ, മുതിർന്ന കിളവനാണ്, അങ്ങനെ പറയാം. നിങ്ങൾ അയാളെ ഭീഷണിപ്പെടുത്തുകയും ആത്മഹത്യ ചെയ്യാൻ പറയുകയും ചെയ്യുന്ന ഒരു വോയിസ് അദ്ദേഹം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. മേലിൽ അയാളെ വിളിച്ച് ഭീഷണിപ്പെടുത്തരുത്. അദ്ദേഹത്തിന്റെ ഫോണിൽ നിരന്തരമായി മകൾ രേണുവിനെ കുറിച്ച് അടിസ്ഥാനരഹിതവും അപമാനകരമായ സ്ത്രീത്വത്തെ ഹാനിക്കുന്നതുമായ മെസ്സേജുകൾ അയക്കുന്നത് അടിയന്തരമായി അവസാനിപ്പിക്കുക. ഒരു വാഴ ഇങ്ങനെ വരികയാണ്, കൊലയ്ക്കുകയാണ്, അത് മൂഞ്ചുകയാണ്. അപ്പം ആരാണ് അവിടെ കുറ്റക്കാരൻ? നട്ട ആള് നേരെ ചൊവ്വ വളമിട്ടില്ല, വെള്ളം ഒഴിച്ചില്ല. അങ്ങനെ വളവും വെള്ളവും കറക്റ്റായിട്ട് കിട്ടി കുരുട് വരുന്ന സമയത്ത് അതിന് മരുന്നിട്ട് കൊടുത്ത് അതിനെ നല്ലോണം നോക്കിയിരുന്നെങ്കിൽ ആ വാഴ നല്ല കൊലയോടെ കൊലയ്ക്കുമായിരുന്നു. മറിച്ച് നമ്മൾ നേരെ ചൊവ്വ നോക്കിയില്ല, കൊടുക്കേണ്ട സമയത്ത് മരുന്ന് കൊടുത്തില്ല, അതിന് കൊല നിട്ട് വെള്ളം പോലും അതിന് നേരെ ചൊവ്വ കൊടുക്കാണ്ട് അവസാനം കുരുട് പിടിച്ച് കൊല ഒടിഞ്ഞു വീഴുന്നെന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. കാറ്റത്ത് കൊല ഒടിഞ്ഞു വീഴുന്ന നമുക്ക് സഹിക്കാം. പക്ഷെ നമ്മൾ നേരെ ചൊവ്വ അതിനെ നോക്കാണ്ട് വളർത്താണ്ട് അവസാനം അത് കൊല ഒടിഞ്ഞു വീഴുന്നിട്ട് നമ്മൾ വാഴയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു സാധനം നിങ്ങൾ ഇവിടെ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യും. അതായത് തങ്കം ചേട്ടൻ ജന്മം നൽകി വിട്ടു, എന്നാൽ നേരെ ചൊവ്വ അതിനെ വളർത്തിയിട്ടില്ല, നോക്കിയിട്ടില്ല, അതിന് നല്ല ചീത്തയും പറഞ്ഞു കൊടുത്തിട്ടില്ല. കേവലമായി ഇമാതിരി അപരാധം കാണിച്ച് ഇത്രയും തന്തയില്ലായ്മ കാണിച്ചുകൊണ്ട് നടന്നിട്ടും ചെവരി പിടിച്ചടിച്ചിട്ട് എടി കാവടി മോളെ, നീ കാരണം എനിക്ക് നിന്റെ തന്തേന്ന് ലേബലിൽ വെളിയിലിറങ്ങി നടക്കാൻ പറ്റില്ല, നിന്റെ ഈ കാവടി പരിപാടി കാരണം. അതുകൊണ്ട് മേലെ ഇമാതിരി അപരാധം ചെയ്യില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്തേന്ന രീതിയിൽ ആ മോളെ പിടിച്ച് അഴിച്ച് വീട്ടിൻ്റെ അകത്ത് കൈയും കാലും തല്ലി ഓടിച്ചെടുത്ത് ഇട്ടിരുന്നെങ്കിൽ കൂടി നിങ്ങളൊരു തന്തേന്ന ലെവലിൽ അഭിമാനിക്കാമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാറ്റടിച്ച് പിന്നെ അത് നശിച്ചാൽ കൂടി തന്തേന്ന ലേബലിൽ നിങ്ങൾക്ക് തങ്കം ചേട്ടന് ആരും കുറ്റം പറയാൻ വരത്തില്ലായിരുന്നു. ഇതിപ്പോ തിരിഞ്ഞു നോക്കത്തില്ല. മോള് അഴിഞ്ഞാടി ഉണ്ടാക്കുക, അതിനെ വാങ്ങി വെച്ച് ഞണ്ണുന്നതല്ലാണ്ട് നിങ്ങൾ ഒരു നിലയിൽ ഇന്നേ വരെ എതിർത്തിട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് ഗുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് കവാലിഞ്ഞിരിക്കേണ്ട ദേഷ്യം നാട്ടുകാർക്ക് ഉണ്ടാവുന്നതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ ഏതോ ഒരു സ്ത്രീ തങ്കം ചേട്ടന് നിരന്തരം മെസ്സേജ് അയച്ചിട്ട് ഈ കാവടി പരിപാടി ഒന്ന് നിർത്തിത്തരാൻ പറ്റുമെന്ന് സ്നേഹമായിട്ട് ചോദിച്ചു. കേട്ടില്ല. അതാണ് ഇവിടുത്തെ വിഷയം. അങ്ങനെയാണ് വക്കീൽ ബിന്ദു ചേച്ചി രംഗത്ത് വന്നത്. സുഹൃത്തുക്കളെ, ഓക്കെ, നിയമ നടപടി സ്വീകരിച്ചു കൊള്ളുക. ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. ഭരണം മാറിയത് അറിഞ്ഞില്ലേ? പിണു അല്ല ബിന്ദു അമ്മിണി ഇവിടെ ഭരിക്കുന്നത്. അതെന്താ സംഭവം? എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് തങ്കുവണ്ണൻ അയച്ച വോയിസുകൾ നമുക്കൊന്ന് കേൾക്കാം. ആ സ്ത്രീ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നോക്കാം. ഞാൻ ഇന്നലെ വൈകിട്ട് വിളിച്ച ആളാണ്. കോട്ടയത്ത് തന്നെയാണ് വിളിക്കുന്നത് കേട്ടോ. ഞാൻ വിളിച്ച് ഇന്നലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഈ രീതിയിൽ മുന്നോട്ട്
ജീവിക്കാനാ പ്ലാനെങ്കിൽ നിങ്ങളുടെ പള്ളിയായിട്ട് ഞാൻ ബന്ധപ്പെട്ട് ഈ മേൽഭാഗത്തിൽ ഈ ഇവിടെ കാണിക്കുന്ന സബ്സ്ക്രിപ്ഷന്റെ വീഡിയോസ് മുഴുവൻ ഞാൻ കാണിക്കും. നല്ല കാര്യം. പള്ളിയിലച്ചൊരു കാണിച്ചു കൊടുക്കാൻ പറ്റിയ വീഡിയോ ഒന്നല്ല ഇട്ട് പൊന്നടവേ. പള്ളിയിലച്ചൻ അങ്ങേരും യേശുവേ മാതാവേ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരാണ്. അവരെടുത്ത് പോയിട്ട് ഇമാതിരി അവരതൊന്നും കാണിക്കില്ല. അങ്ങനെ കാരത്തൊപ്പി മറ്റേ യേശു ക്രിസ്തു പണ്ട് ചാട്ടവാറ എടുത്ത് അടിച്ചതുപോലെ ചേച്ചി അടിച്ചോട്ടിക്ക് ഇമാതിരി അപരാധം കൊണ്ട് എൻ്റെ അടുത്ത് വന്ന് എന്തിനെന്ന്. അതുകൊണ്ട് സൂക്ഷിക്കണം. പറഞ്ഞാൽ മതി ഇങ്ങനെ അപരാധം കാണിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് അച്ചോ നിങ്ങൾ ഒന്നീ പള്ളിയിൽ നിന്ന് പുറത്താക്കുക, അല്ലെങ്കിൽ ഈ ഇടവകയിൽ നിന്ന് പുറത്താക്കുക, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പുറത്താക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞ് ഒരു മോട്ടിവേഷൻ പള്ളിയിൽ വെച്ചിന് കൊടുക്കാം. അത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ ഇവർ കാണിക്കുന്ന അശ്ലീലങ്ങൾ മുഴുവൻ സോഷ്യൽ മീഡിയയിലുണ്ട്. അത് മുഴുവൻ കൊടുക്കുന്ന പള്ളിക്കാരെ കാര്യങ്ങളെല്ലാം കാണിച്ച് ഇതൊരു തീരുമാനമാവും. നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാകത്തില്ലല്ലോ. എല്ലാവരും ഭർത്താവ് കഴിച്ചാൽ തുണി അടിച്ചിട്ടാണ് ജീവിക്കുന്നത്. കാറും ഡാൻസ് ചെയ്താണ് ജീവിക്കുന്നത്. അല്ല, ജോലി ചെയ്ത് ജീവിക്കണം. ഒരു കട 3-5 ആളുകളെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടി മറിയാനൊക്കെ ആരോഗ്യം ഉണ്ടല്ലോ. പിന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും ജോലി ഇവിടെ തൊഴിൽ വെച്ചിട്ടുണ്ടോ, നേഴ്സിംഗ് വെച്ചിട്ടുണ്ട്. അതെങ്ങനെ അഴിഞ്ഞാടുമ്പോ കിട്ടുന്ന സുഖം മറ്റേല് കിട്ടും? ഇല്ല ചേച്ചി നമ്മുടെ രണാസുനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അഴിഞ്ഞാട്ടം അഴിഞ്ഞാടി കിട്ടുന്ന ഒരു സുഖമൊക്കെ ബാക്കിയുള്ള പരിപാടി ജോലി അന്തസ്സായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമോ? ചേച്ചി ഇതെന്താ പറഞ്ഞ ഷെയ്ക്ക് ഡ്രൈവ് എന്തൊക്കെ അത്ഭുതകരമായിട്ടുള്ള കഴിവുള്ളവളാ, കഴിവേറിയവളാ രണാസുന. എയർപോർട്ടിൽ വിളിച്ചിട്ടുണ്ട്, മറ്റേത് വിളിച്ചിട്ടുണ്ട്, മറ്റേത് പഠിച്ചിട്ടുണ്ട്. അവള് പഠിച്ചത് തൊഴിൽ ചെയ്യട്ടെ. എത്ര നാൾ തുണി അടിച്ചിട്ട് കഴിഞ്ഞ ദിവസത്തെ ഇവിടെ തുടർന്ന് തുണിയെല്ലാം മാറ്റി വെച്ചിട്ട് സമ്മാനത്തിനകം മുഴുവൻ ഭീമും പരട്ടി അവിടെ ആളുകൾ ഇട്ട് കൊടുക്കുന്ന ഫോട്ടോ. അവിടെ റേറ്റ് എത്രയാണ് ഓരോരുത്തരും ചോദിക്കുന്നത്. അതെടുത്ത് വെച്ച് ഞാൻ റീച്ച് ഉണ്ടാക്കിയായിരുന്നു 37 ലക്ഷം ഇൻസ്റ്റാഗ്രാമില്. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ആയിട്ടവർ അവിടെ ഒന്ന് ഫോളോ ചെയ്യണേ. 37 ലക്ഷം പേര് കണ്ട എൻ്റെ റീല് കേട്ടാ. എല്ലാവരും താങ്ക്സ് നന്ദിയുണ്ട്. അടുത്ത പ്രാവശ്യം കാണാം. 37 ലക്ഷം പേരുടെ കണ്ട 3.7 മില്യൺ. ഞാൻ ആരായിട്ടോ? എല്ലാം വേണുസുതിയുടെ അനുഗ്രഹം. ഒന്നുമില്ലെങ്കിൽ നീ അപരാധം കാണിക്കുന്നുണ്ടെങ്കിൽ നിന്നെ എടുത്തിട്ട് വിറ്റ് നമ്മളും കണ്ടന്റ് ഉണ്ടാക്കുന്നു. സന്തോഷം മാത്രമേ ഉള്ളൂ. സത്യമുള്ള കാര്യം പറഞ്ഞാൽ നിന്റെ അപരാധം കാരണം കുറെ വിൽക്കുന്നുണ്ട്. പക്ഷേ താമസിയാതെ നിന്റെ അപരാധം പൂട്ടണം. നമ്മൾ വിറ്റാൽ മാത്രം പോരല്ലോ. കടയും കൂടി പെട്ടിയാട്ടെങ്കിലും പെട്ടിക്കടയെങ്കിലും പൂട്ടണ്ടേ? പൂട്ടിത്തരാം. നമ്മൾ നിങ്ങളോട് മര്യാദയ്ക്ക് പറഞ്ഞു തന്നു. നിങ്ങൾക്കത് കേൾക്കാനും നിങ്ങൾക്കത് മകളെ മര്യാദയ്ക്ക് നിർത്താനും നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇവരുടെ പേരിൽ ഞാൻ ചൈൽഡ് ലൈനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുക്കാവുന്നതെല്ലാം കസ്റ്റംസ് ഇന്റലിജൻസിൽ കൊടുത്തിട്ടുണ്ട്. കൊടുക്കാവുന്നതെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. കരിഷ്മയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കശ്മീരുടെ ചരിത്രം കേട്ട് കഴിഞ്ഞാൽ കോടാലി എടുത്ത് വെട്ടിറങ്ങിയവൻ തിരിച്ച് കോടാലി എടുത്ത് സ്വന്തമായിട്ട് വെട്ടിച്ചാവും. അതാണ് കശ്മീരുടെ ചരിത്രം. ഇനി വിദേശത്ത് പോവുകയോ വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നല്ല രീതിയിൽ അവളെ ചെക്ക് ചെയ്യുകയും എടുക്കുകയും ചെയ്യും. പണ്ടത്തെ പോലെ അവൾക്ക് സ്വർണ്ണം കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും അവൾക്ക് പറ്റത്തില്ല. ഇവിടെ ഗൾഫ് ഈ ദുബായി പോയി ചെയ്ത പരിപാടികളെല്ലാം അറിയാം. ഇവിടെ കൂടെ പോയ ആണുങ്ങളുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം. ഇവളുടെ കൂടെ ദുബായി പോയി കിടന്ന ആണുങ്ങളുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങളൊരു തന്ത. അതായത് തന്തയ്ക്ക് അയച്ച വോയിസാണ്. മോളോട് പോയി കിടന്നമ്മയുടെ നമ്പർ തന്തയ്ക്ക് അയച്ചുതരാമെന്ന് പറഞ്ഞപ്പോൾ തന്ത വക്കീലിനെ വിട്ട് ഭീഷണി അങ്ങോട്ട് തിരിച്ച്. കൊള്ളാം, നല്ല സ്പട്ട് തന്ത. തന്ത എന്നാൽ ഇപ്പിടി ഇരിക്കണം. തന്ത എന്നാൽ തന്തയ്ക്ക് പിറക്കാത്തവനാവുന്നതാണോ തന്ത വൈബിടാ, തന്ത വൈബ്. നിങ്ങൾ നിങ്ങളുടെ മകളെ പഠിപ്പിച്ചത് ഞാനാണ് പഠിപ്പിച്ചത്. ബൈബിളിൽ പറയുന്നുണ്ട് ജീവിക്കാൻ. ഭർത്താവ് മരിച്ച സ്ത്രീകളെല്ലാം ജീവിക്കുന്നത്. നിങ്ങൾക്ക് അത് കൊണ്ടുവന്ന് തിന്നാൻ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളൊരു തന്തയാണ്, നിങ്ങളൊരു ആളാണ്. സ്വന്തം മകളെ കൊണ്ടുവരുന്നത് ഒരു കുടുംബം മൊത്തം തിന്നുന്നത്. നിങ്ങളൊരു നാട്ടുകാർ തന്ന ഒരു വീടിന്റെ അകത്ത്, ഒരു അച്ഛനും എല്ലാവരും കൂടി തന്ന ഒരു വീടിന്റെ അകത്ത് കിടന്നുകൊണ്ട് നിങ്ങൾ എന്തുവായി കാണിക്കുന്നതൊക്കെ? ഇതൊക്കെ നിങ്ങൾ ദൈവസന്നിധിയെ നിങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും കേട്ടോ. ഇവളുടെ അഹങ്കാരമൊക്കെ, ഇവള് അഹങ്കാരിയോ എന്തോ ആയിക്കോട്ടെ, ഇവള് വ്യഭിചരിക്കണം. അവള് വ്യഭിചരിച്ചോട്ടെ. അവള് പേഴ്സണലായിട്ട് അവള് ആരെ വിളിച്ചു വേണമെങ്കിൽ കാശുണ്ടാവും. അവൾ എന്തിനും ഇതൊക്കെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിലോട്ട് ഇടുന്നത്? ഇവൾ എന്തിനാ സബ്സ്ക്രിപ്ഷൻ എടുത്തു? ഈ ഭർത്താവ് മരിച്ച സ്ത്രീകൾ സബ്സ്ക്രിപ്ഷൻ എടുത്ത് തുണി അടിച്ചിട്ട് കാണിച്ചു പോകണം. അവള് പറയുന്നത് അവിടെ ചെറിയ നിങ്ങളിതൊന്നും കാണുന്നില്ലേ? നിങ്ങളൊന്നും കാണുന്നില്ല. തന്തേ തങ്കം ചേട്ടൻ ഉയരിട്ടാ പുഷ്പ താഴത്തില്ലടാ, തങ്കം ചേട്ടൻ പൊങ്ങത്തില്ലടാ. ഇതൊന്നും കാണുന്നില്ലേ? നിങ്ങൾക്ക് പോയി ആക്ട് ചെയ്യും. ഇത് മകളെ മര്യാദയ്ക്ക് നിർത്താൻ കഴിവില്ല. എന്തിനിങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ? നിങ്ങളുടെ അച്ഛന്മാരെ ഞാനൊന്ന് കാണട്ടെ. അവിടെ പള്ളിയിലെ കൊണസാണ്ടന്മാരെ എല്ലാവരും ഞാനൊന്ന് കണ്ട് ഇവളുടെ ഈ വീഡിയോസും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. കാണിച്ച് ഇവൾ എന്താ ചെയ്യണമെന്ന് അവരറിയണമല്ലോ. നന്ദിയുണ്ട്. അതിന്റെ ഇത് നിങ്ങളോട് അവർ ചോദിക്കും. ഈ പള്ളിയിലെ ആൾക്കാർ നിങ്ങളോട് ചോദിക്കും. അതുപോലെ കഴിഞ്ഞ ദിവസം ഇവിടെ മാനേജർ എന്ന് പറഞ്ഞു. ഇവിടെ മാനേജറും ഒന്നുമല്ല, ഇവളുടെ മാനേജർ ഒന്നുമല്ല കരിഷ്മ. കാരണം ഇവിടെ പോലുള്ള ഒരു ലോ ക്ലാസ്സിന് എന്ത് കാര്യത്തിനാ മാനേജർ? ഇവിടെ കൊടുപ്പുകാരി. ഇവൾക്ക് ഇതുപോലെ ആണുങ്ങളെ കൊടുത്ത് കാശുണ്ടാക്കാൻ അതിന്റെ പങ്ക് ഈ കരിഷ്മയെ പറ്റും. അവളുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞ എന്നാന്നറിയാം, ഇവൾക്ക് എന്തും ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടെന്ന്. ഇവൾക്ക് എന്ത് ഇവള് ചെയ്യും.
ഇവൾക്ക് എന്ത് കാര്യങ്ങളും ഞാൻ കരീഷ്മയോട് ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ വയറ് കൊണ്ടൊന്ന് കാണിക്കുമോ നാട്ടുകാരെ ഇങ്ങനെ കാണിക്കുമോ? അല്ലെ ക്ലീവേജ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ഐശ്വര്യമായിട്ട് എൻ്റെ ഫോണിൽ ഇത്രയും മ്ലാച്ഛകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നു. ശിവനെ കണ്ടവാ കാപ്പാത്തുങ്കോ. അപ്പം നമുക്ക് സുഹൃത്തെ രേണു, ഞാൻ രേണുവിൻ്റെ അച്ഛൻ, അതാണ് നേരത്തെ ആ സംഭവം കേട്ടോ, ഞാൻ നേരത്തെ വായിച്ചില്ലേ ആ സാധനം. ഇനിയും ഉണ്ടോ, തീർന്നില്ലേ? അണ്ടവാ വിളിച്ച് ഇന്നലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവള് ഇനി ഈ രീതിയിൽ മുന്നോട്ട് ജീവിക്കാനാണ് പ്ലാനെങ്കിൽ നിങ്ങളുടെ പള്ളിയായിട്ട് ഞാൻ ബന്ധപ്പെട്ട് ഈ മേൽഭാഗത്തിൽ ഈ ഇവള് കാണിക്കുന്ന സബ്സ്ക്രിപ്ഷന്റെ വീഡിയോസ് മുഴുവൻ ഞാൻ കാണിക്കും. ഇവള് കാണിക്കുന്ന അശ്ലീലം കൊടുക്കാവുന്നതെല്ലാം കസ്റ്റമേഴ്സ് ഇന്റലിജൻസിൽ കൊടുത്തിട്ടുണ്ട്. കൊടുക്കാവുന്നതെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിനക്ക് കടിയോ, നീ നൊമ്പര കടിയോ, പിറന്ന കടിയോ? പണ എന്നാ 2 ഉണ്ട്. ഒന്ന് ഇവിടെ ഉണ്ട്, ഇതായിരിക്കണം. പക്ഷെ നിന്റെ തന്തയ്ക്ക് നട്ടലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ അവരാധിക്കത്തില്ലായിരുന്നു മോള്. പന്ന പൂമാനമേ ഒരു എടീ, നിന്റത് കണ്ടിട്ട് വിടേണ്ട ഗതികേട് വന്നു കഴിഞ്ഞാൽ അന്ന് കഥം. അത്രയും ഗതികെട്ടവന്മാരില്ലടാ, ഇല്ലാത്തോണ്ടാ പറഞ്ഞത്. ഇതൊക്കെ കണ്ടിട്ട് അയ്യേ. ഏവനവൻ്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്ത് രേണു സുധീക സബ്സ്ക്രിപ്ഷൻ എടുത്ത് അങ്ങോട്ട് പോയി കാണാൻ കഴിഞ്ഞത് എന്തോന്ന് കരിവാടെന്ന്, അങ്ങനെ എന്തൊക്കെ കമന്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത്ര സ്പഷ്ടമായിരുന്നു ആ കമന്റ്. ഓക്കെ. ഇതാണ് മറ്റേ ചേച്ചി കേട്ടാ, ഈ ചേച്ചിയാണ് വോയിസ് അയച്ചത്. കൊള്ളാം, പാവം ചേച്ചി. ഇത് ഭരണവുമായി ബന്ധപ്പെട്ട വിഷയമല്ല. പാവം ആ വൃദ്ധനായ രോഗിയായ സുഹൃത്തേ. ഇനി നമ്മുടെ ലക്ഷ്മിന്, അയ്യോ ഉള്ള പേരും മറന്നുമില്ല, ബിഗ് ബോസിലുണ്ടായിരുന്ന ലക്ഷ്മി ഈ സബ്സ്ക്രിപ്ഷൻ അപരാധത്തിനെയൊക്കെ പട്ടേട്ട കുറച്ച് കാര്യങ്ങൾ കൊണകണമെന്ന് പറയുന്നൊരു കാര്യമുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം അതൊന്ന് കേട്ടു നോക്കാം, എന്നിട്ട് ഞാൻ കൊണക്കാം. അതല്ല എൻ്റെ ശരി. നിങ്ങൾക്ക് ഈ സബ്സ്ക്രിപ്ഷൻ്റെയും എക്സ്ക്ലൂസീവ് കോണ്ടന്റിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്നറിയോ? ഈ വീഡിയോ എസ്പെഷ്യലി സമൂഹത്തിലേക്ക് കുറച്ച് ബാഡ് ഇമ്പാക്റ്റ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സ്, വ്ളോഗേഴ്സ് ആൻഡ് സെലിബ്രിറ്റീസിന് എക്സ്ക്ലൂസീവ്ലി ഉള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ ഈ കണ്ട വീഡിയോ തെലങ്കാനയിലെ ആങ്കർ, ആക്ട്രസ്, BB കോണ്ടസ്റ്റന്റ് ഒക്കെ ആയിരുന്ന വിഷ്ണുപ്രിയ സബ്സ്ക്രിപ്ഷന്റെ പേരിൽ നേരിടുന്ന ഒരു പരസ്യ മാധ്യമ വിചാരണയാണ്. വിജയവാഡയിലെ ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ച് യുവാക്കളെ വഴിതെറ്റിക്കുന്നു എന്നുള്ള പേരിൽ ഹൈദരാബാദ് പോലീസിന് കൊടുത്ത ഒരു കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. 2 ദിവസം മുന്നേ ടെലിഗ്രാം മാഫിയെ കോൾ ഔട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കോൾ ഔട്ട് ചെയ്യുന്നതിന് മുന്നേ എസ്പെഷ്യലി കേരളത്തിലെ ക്രിയേറ്റേഴ്സ്, വ്ളോഗേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, സെലിബ്രിറ്റീസ് അങ്ങനെ കുറച്ച് പേരുടെ കാര്യങ്ങളും കോൾ ഔട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. എസ്പെഷ്യലി സ്ത്രീ സുരക്ഷയ്ക്ക് ഇത്രയും ഊന്നൽ കൊടുക്കുന്ന ഇന്നത്തെ കാലത്ത് തന്നെ സമൂഹത്തിന് മാതൃക ആവേണ്ടവർ തന്നെ പണത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരു വലിയ വിഭാഗത്തിനെ നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ ഉൾപ്പെടെ സൗത്ത് ഇന്ത്യയിലെ ലീഡിംഗ് സെലിബ്രിറ്റീസ് ആയിരുന്ന കിരൺ റാത്തോർ, പൂനം ബാജ്വ തുടങ്ങിയ മുൻനിര നായികമാർ പോലും സബ്സ്ക്രിപ്ഷന്റെ പേരിൽ നഗ്നതാ പ്രദർശനം നടത്തി പണം സമ്പാദിക്കുന്നുണ്ട്. ഇത് കണ്ട് പ്രചോദനം ഉൾക്കൊണ്ടിട്ടായിരിക്കാം കേരളത്തിലെ ക്രിയേറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, വ്ളോഗേഴ്സ് ഒക്കെ ആയിട്ടുള്ളവർ, അതും 1 മില്യൺ 2 മില്യണേഴ്സ് ഒക്കെ ഫോളോവേഴ്സ് ഉള്ളവർ തന്നെ ഇതേ വഴി തിരഞ്ഞെടുക്കുന്നുണ്ട്. പണമായിരിക്കാം മെയിൻ മോട്ടീവ്. പക്ഷേ അവര് പണം കൊടുത്ത് കുറച്ച് ആളുകൾ മാത്രം കാണും എന്ന് വിചാരിക്കുന്ന ഈ കോണ്ടന്റ്സ് അത് പിന്നെ റീറെക്കോർഡ് ചെയ്തിട്ട് തുടർ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുക ഡീപ് വെബ് പോലുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന ഒരു ഓഡിയൻസിലോട്ട് മാത്രമല്ല ഈ കോണ്ടന്റ്സ് എന്നെത്തുന്നത്. ഡേ ടു ഡേ ലൈഫിൽ സാധാരണക്കാർ എല്ലാ ദിവസവും കാണുന്ന ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ പ്രചോദനം ഉൾക്കൊണ്ടിട്ടായിരിക്കാം വീട്ടിലെ പെൺകുട്ടികളും സ്ത്രീകളും പോലും ഇതേ ഒരു വഴി തിരഞ്ഞെടുക്കുന്നുണ്ട്. ഞാൻ കണ്ട ടെലിഗ്രാം ചാനലിൽ മാക്സിമം ഭൂരിഭാഗം ആൾക്കാരുണ്ടായിരുന്നത് ഓർഡിനറി ആയിട്ടുള്ള മലയാളി പെൺകുട്ടികളും സ്ത്രീകളും തന്നെയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അത് കോൾ ഔട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ സെലിബ്രിറ്റി ഇൻഫ്ലുവൻസേഴ്സിനെ തന്നെ ഫസ്റ്റ് കോൾ ഔട്ട് ചെയ്യണമെന്ന് തോന്നിയത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം കോണ്ടന്റ്സ് കണ്ടാലോ അല്ലെങ്കിൽ ഇത് സർക്കുലേറ്റ് ചെയ്യുന്ന ചാനൽസ് ശ്രദ്ധയിൽപ്പെട്ടാലോ ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ട് ചെയ്ത് ഇതിനൊരു എൻഡിലെത്തിക്കണം. കാരണം ഇപ്പോൾ നമ്മളിതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഓൾറെഡി നിൽക്കുന്നത്. ഇത് ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ എവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയത്തില്ല. നാളെ കാലത്ത് നമുക്ക് പരിചയത്തിലുള്ള ഒരാൾക്ക് പോലും ഇത് വന്നാലും, ഇതുപോലൊരു ചതിയിൽ അവർ ചെന്ന് പെട്ടാലും
നമ്മൾ ചിലപ്പോൾ നോക്കി നിൽക്കേണ്ടി വരും. കറക്റ്റ് കാര്യമല്ലേ ലക്ഷ്മി പറഞ്ഞിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ചു, കറക്റ്റ് അല്ലേ? ഇവിടെ കുറെ പേര് പറയുന്നുണ്ട് ഈ സബ്സ്ക്രിപ്ഷൻ വഴി ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സിനിമയായിട്ട് കമ്പയർ ചെയ്ത് എൻ്റെ അടുത്ത് പേഴ്സണലി മെസ്സേജ് വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ കൂടുതൽ തർക്കിക്കാൻ നിന്നില്ല, എന്തിനാണ് തർക്കിക്കുന്നതെന്ന് തോന്നിപ്പോയി. പിന്നെ ഫ്രണ്ട്ലി ആയിട്ട് ചാറ്റ് ക്ലോസ് ചെയ്തു. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചു, ഈ സിനിമയുമായിട്ട് കമ്പയർ ചെയ്ത് സംസാരിക്കേണ്ട ഒരു കാര്യമല്ല. ഇന്ന് ഏതൊരു കുട്ടിയുടെ കയ്യിലടക്കം ഈ മൊബൈൽ ഫോണുകൾ ഉള്ളതാണ്. നാളെ ഇതെല്ലാം കണ്ട് ഇതുപോലത്തെ ആൾക്കാർക്ക് ഇവിടെ അക്സെപ്റ്റൻസ് കിട്ടി വരുമ്പോൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന അപരാധം എന്ന് പറയുന്ന ഈ സാധനം ബാക്കിയുള്ള കുട്ടികളടക്കം യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകും. മനസ്സിലായ? അങ്ങനെ വരുമ്പോൾ സകലമാന പെൺകുട്ടികളും എന്തിന് നമ്മൾ എത്ര കൈയിട്ട് പിടിച്ച് നിർത്താൻ നോക്കിക്കഴിഞ്ഞാലും പെൺപിള്ളേർ പൈസയ്ക്ക് വേണ്ടിയിട്ട് അവസാനം ഇതുപോലത്തെ വഴി സ്വീകരിക്കും. അത് ചിലപ്പോൾ ചെറു പ്രായത്തിൽ നിന്ന് തുടങ്ങും. പിന്നെ ഒരു ടൈം കഴിയുമ്പോൾ നന്നാവണമെന്ന് വിചാരിച്ചാൽ കൂടി തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോകും. കാരണം ഇമാതിരി അപരാധ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് നാട്ടുകാർ കണ്ട് അവളുമാർക്കൊരു ഇമേജ് ഉണ്ട്, വെടികൾ എന്ന ഇമേജ് നാട്ടുകാരങ്ങ് ഇട്ട് വയ്ക്കും. പിന്നെ ലൈഫിലോട്ട് തിരിച്ചു വന്ന് മാന്യമായിട്ട് ജീവിക്കണമെന്ന് വിചാരിച്ച പോലും സാധിക്കാത്തൊരവസ്ഥയിലോട്ട് പോകും. പെൺകുട്ടികളുടെ ജീവിതം തൊലയും. ഇതെന്ത് ചിന്തിക്കുന്നില്ല. അല്ലാണ്ട് സിനിമയിലൊക്കെ കാണിക്കുന്നുണ്ടല്ലോ അതുപോലെ ഇതിൽ കാണിച്ച എന്ത് കുഴപ്പമെന്ന് ചിന്തിക്കുന്ന വെറും വിഡ്ഢിത്തനമാണ്. ഇത്തരം അപരാധങ്ങൾ കാരണം ഈ നാട് നശിച്ച് നാറാണത്താകും എന്നതിൽ ഒരു മാറ്റമില്ല. ഇന്ന് സകലമാനവളുമാരും കണ്ട അപരാധങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊണ്ടുവച്ചുകൊണ്ട് കാണിക്കുന്നത് മൊത്തം കൂത്തുകളാണ്. ലേറ്റ് നൈറ്റിൽ ലൈവുകൾ, മെമ്പർഷിപ്പ് ലൈവുകൾ, വാടി ഞാൻ കാണിച്ചു തരാടാ, വാടാ ഞാൻ കാണിച്ചു തരാടാ, മറ്റത് കാണിക്കാടാ, മറിച്ചത് കാണിക്കാം, മറ്റേ എക്സ്ക്ലൂസീവാണ്, മറിച്ചതാണ്, ഞാൻ ഇപ്പോൾ അതാ ഒക്കി കാണിക്കും എന്നൊക്കെ പറഞ്ഞ് കണ്ട കാട്ടപരാധങ്ങൾ കാണിച്ചുകൊണ്ട് ലൈവുകളടക്കം വൃത്തികെട്ട രീതിയിലടക്കം സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ വെറും മോശമായിട്ട് ഉപയോഗിക്കുന്ന സ്ത്രീകൾ ഇന്ന് കൂടിക്കൂടി വരികയാണ്. ഇതിനൊരു കടിഞ്ഞൂലിട്ടേ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ചുമ്മാ വായ്ത്താളം അടിച്ച് ഇതിനെ ഒരു വലിയ ഇതാക്കേണ്ടതല്ല. ഇവിടെ വസ്ത്ര സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം. ജിമ്മിൽ പോകുമ്പോൾ ജിം സ്യൂട്ടും അല്ലാതെ നമുക്ക് ബീച്ചിൽ പോകുമ്പോൾ ബിക്കിനിയൊക്കെ ഇട്ട് നടക്കാം, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ പേരിൽ എന്ത് തോന്നിവാസവും എന്ത് മറ്റേ എടുത്ത വസ്ത്രങ്ങളും ഇട്ട് മറ്റേ എടുത്ത പോക്കൃത്തനങ്ങളും കാണിച്ച് ഈ ലോകത്ത് ജീവിച്ച് നടക്കാമെന്ന് കാണിക്കുന്ന കുറേ എണ്ണമുണ്ട്. എന്തെങ്കിലും പറഞ്ഞാൽ നേരെ പറയാം, അമേരിക്കയിൽ അങ്ങനെയല്ലേ, ജർമ്മനിയിൽ അങ്ങനെയല്ലേ, ഇവിടെയാണ് കുഴപ്പം, ഇവിടുത്തെ ആൾക്കാരുടെ കാഴ്ചപ്പാടാണ് കുഴപ്പം, ഇവിടുത്തെ ആൾക്കാരുടെ മെന്റാലിറ്റിയാണ് കുഴപ്പം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നവളുമാരെല്ലാം കൂടി കൂടുക്കി എടുത്തുകൊണ്ട് വല്ല അമേരിക്കയിലോ ജർമ്മനിയിലോ പോയിന്നില്ലേ? ഈ നാടിനെ എന്തിനു നശിപ്പിക്കുന്നു? ഇവിടെ എന്തിന് ഈ പേക്കൂത്തുകളും പോക്കൃത്തനങ്ങളും കോപ്രായങ്ങളും കാണിക്കുന്നു? ഇവിടെ നമ്മുടെ നാടിൻ്റെതായ ഒരു നിലയും വിലയുണ്ട്. അത് കളഞ്ഞു കുളിക്കുന്നത് എന്തിനാ? ഇവിടെ നടു റോട്ടിൽ വിക്കിനിയിട്ട് നടക്കാൻ പറ്റുമോ? നമ്മുടെ കേരളത്തിൽ പറ്റത്തില്ല, നമ്മുടെ ഇന്ത്യയിൽ പറ്റത്തില്ല. എന്നാൽ അത് അമേരിക്കയിൽ പറ്റും. അതുകൊണ്ട് അമേരിക്ക ചെയ്യുന്നുണ്ട്, നമ്മുടെ കേരളത്തിൽ അങ്ങനെ ആയാൽ എന്ത് ആയിക്കൂടെ എന്ന് എന്തൊക്കെയാണെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആണുങ്ങളും പെണ്ണുങ്ങളും അടക്കം ചോദിക്കുന്നു. എന്തിനങ്ങനെ? ബിക്കിനി ഇട്ടുകൊണ്ട് നടക്കേണ്ടത് നടറോട്ടിലാണോ? അല്ല. അകത്തിടേണ്ടത് അകത്തിടണം, പുറത്തിടേണ്ടത് പുറത്തിടണം. ഞാൻ എത്രയേ പറയത്തുള്ളൂ. വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് എന്ത് തോന്നിവാസവും കാണിക്കാനുള്ള ഒരു ലൈസൻസ് ആക്കിയതിനെ എടുക്കരുത് ദയവ് ചെയ്തിട്ട്. കാരണം അപരാധങ്ങളാണ് ഇന്ന് കാട്ടിക്കൂട്ടുന്നത്. വസ്ത്ര സ്വാതന്ത്ര്യമാണ്, ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത് മൊത്തം പേക്കൂത്തുകളും കണ്ട കാട്ടപരാധങ്ങളുമാണ്. അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം. ഈ മെമ്പർഷിപ്പ് പോലത്തുള്ള ഇത്തരം തോന്നിവാസങ്ങൾക്കെതിരെ നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കണം. നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ ആരുടെ പ്രതികരിക്കും? ഇന്ന് ഇതൊക്കെ പ്രതികരിച്ച് ഇതിനൊക്കെ ഒരു കടിഞ്ഞൂലിട്ടില്ലെങ്കിൽ നാളെ ഉള്ള നമ്മുടെ മക്കളും മക്കളുടെ മക്കളും തലമുറകളെല്ലാം നശിക്കും. ഇവിടെ എന്തൊക്കെ പോക്കൃത്തനങ്ങൾ നടക്കും? ഡ്രഗ്സും അതും ഇതും അഴിഞ്ഞാട്ടം കൂത്തുമായിട്ട് വെറും വേശ്യാലയങ്ങൾ പോലെ ആയി മാറും നമ്മുടെ ഈ കൊച്ചു കേരളം അടക്കം എന്നേ എനിക്ക് പറയാനുള്ളൂ. ഓൺലൈൻ വിചാരങ്ങളാണ് ഇപ്പം നടക്കുന്നത്. ഓൺലൈനിൽ സ്വന്തം ശരീരങ്ങളെ കൂടുതലായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ മെമ്പർഷിപ്പ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അങ്ങോട്ട് വായോ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് വെറും അഴിഞ്ഞാട്ടങ്ങളും പേക്കൂത്തുകളുമാണ് ഇന്ന് നടക്കുന്നത്. ഇതിനെക്കുറിച്ച് സംസാരിക്കും, ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ പറയുന്നത് അത് ഒരാളുടെ സ്വാതന്ത്ര്യമല്ലേ, അവർ പ്രൈവറ്റായിട്ടല്ലേ ആ വീഡിയോ കൊടുത്തോളൂ, പൈസയ്ക്കല്ലേ കൊടുത്തോളൂ, പൈസയ്ക്ക് സ്വന്തം മാനം കാണിച്ച് വിൽക്കുന്നതാണോ വലിയ അഭിമാനം? അവർ പ്രൈവറ്റായിട്ടിട്ട വീഡിയോ അല്ലേ, അതില്ലേ ലീക്ക് ആയത് എന്നൊക്കെയാണ് ഉത്തരങ്ങൾ വരുന്നത്. പൈസയ്ക്ക് വേണ്ടിയിട്ട് ഈ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഹോട്ടായിട്ട് വീഡിയോസ് ഇട്ട് കച്ചവടം ചെയ്യുന്ന തന്തയില്ലാത്ത പരിപാടികളാണ് നടക്കുന്നേ. ഇതിലേക്ക് എങ്ങനെയാണ് ന്യായീകരിക്കാൻ തോന്നുന്നു, ന്യായീകരിക്കാൻ പറ്റുന്നു? വലിയ വിപത്തിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തടഞ്ഞാൽ തടയാം, പിന്നെ ഒരു കോണത്തിൽ തടയാൻ പറ്റത്തില്ല. കൂടുതലൊന്നും പറയാല്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴാക്കാൻ പറ്റുക. ചിലപ്പോൾ കുറേ പേർക്ക് തോന്നി ഇവൻ എന്തിനാ അമ്മാവൻ മൈൻഡാ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഇവൻ എന്തിനാ ഇത്രയും ശക്തമായിട്ട് ഇങ്ങനെ പ്രതികരിക്കുന്നത്? മോഡേണായിട്ടുള്ള ഡ്രസ്സ് ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പെമ്പിള്ളേർ നടക്കുന്ന കാണാൻ എനിക്കിഷ്ടമാണ്. ഞാൻ കാണാറുണ്ട്.
നാളെ ഞാനൊരു പെൺകുട്ടി കല്യാണം കഴിച്ചാൽ അവളും നല്ല മോഡേണായിട്ട് നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സ് ഇട്ട് നടക്കണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷേ തോന്നിവാസങ്ങളും മറ്റു വെടിപ്പുര പരിപാടിയും കാണിച്ചു കഴിഞ്ഞാൽ സമ്മതിക്കത്തില്ല. അത്രേ ഉള്ളൂ കേട്ടോ. അതിപ്പം ആരായാലും അത്രയും ഞാൻ സംസാരിക്കുന്നുള്ളൂ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും രേണു, നീ മാത്രമൊന്നുമല്ല, ഒരുപാട് പേരുണ്ട്. എല്ലാത്തിനും ഒരു അരുവേന്ന് നമ്മൾ എക്സ്പോസ് ചെയ്ത് വലിച്ചു കീറി ഒട്ടിച്ച് ഇതിനൊരു നടപടി ഉണ്ടാക്കണം. എന്തായാലും തമിഴ്നാട് CM വന്ന മാതിരി ഇங்கே യാറാവത് വந்தாന്ന് വൈ നമ്മുടെ VD സതീശൻ കളത്തിൽ കയറിയിട്ടുണ്ട്. അദ്ദേഹമെങ്കിലും എന്തെങ്കിലുമൊക്കെ നടപടി ഇതിനെതിരെയൊക്കെ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതലൊന്നും പറയാല. പുതിയൊരു വീഡിയോ ആയിട്ടാണ്.